ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ മാംഗോ സാഗോ എന്ന് പറയും. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. അതൊരു സ്വീറ്റ് റെസിപ്പിയാണ്. മാംഗോ സാഗോയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അതെ, എൻ്റെ വീഡിയോസ് കാണുന്നവരിൽ ചിലരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാവും. അപ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അതെ, ഈ മാംഗോ സാഗോ ഉണ്ടാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ മെയിനായിട്ട് മാംഗോ, എന്താണെങ്കിലും മാംഗോ സാഗോ ആണല്ലോ, അപ്പോൾ മാംഗോ വേണം. ഞാൻ നല്ല ഇവിടെ വീട്ടിലുണ്ടായ മാമ്പഴമാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മാമ്പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇച്ചിരി മധുരം വേണമെന്നേ ഉള്ളൂ. പിന്നെ കോക്കനട്ട് മിൽക്ക് എടുത്തിട്ടുണ്ട്, ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഞാനിവിടെ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സാബുദാന റൈസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ മിൽക്കാണ് കേട്ടോ, നോർമൽ മിൽക്ക് വേണം. പിന്നെ എന്നുണ്ടല്ലോ, ടെൻഡർ കോക്കനട്ട്, നമ്മുടെ ഇളനീര്, കരിക്കിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഇത് ജ്യൂസായിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാനിവിടെ കോക്കനട്ട് വാട്ടർ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, നമ്മുടെ നാടൻ തേങ്ങ വെള്ളം. ആദ്യം നമ്മൾ ഈ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മിക്സിയിലോട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കരിക്കിൻ്റെ വെള്ളം വെച്ചിരിക്കുന്നതും ഷുഗറും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഇതിന് നമ്മൾ ഈ ബൗളിലേക്ക് ഒഴിക്കുക കേട്ടോ. അടിച്ചുകൊണ്ട് വന്നത് ബൗളിലേക്ക് ഒഴിക്കുക. ഇനി നമ്മുടെ ഈ സാബുൻ റൈസ് വേവിച്ചത് ഇതിനകത്തോട്ട് ഇടുക കേട്ടോ. അടുത്തത് ഈ കോക്കനട്ട് ഇല്ലേ, കോക്കനട്ട് മിൽക്ക്, അത് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. അതൊഴിക്കുക. പിന്നെ നമ്മുടെ നോർമൽ മിൽക്ക്, ഇത് രണ്ടും ഞാൻ തണുപ്പിച്ച് വെച്ചതാണ്. ഇത് രണ്ടും ഒഴിക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ഐസ് ക്യൂബ് കൂടി ഇടാം കേട്ടോ. നമുക്ക് തണുപ്പ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ ഓൾറെഡി തണുപ്പിച്ച് വെച്ചതാണ്, എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒരു ഐസ് ക്യൂബ് കൂടി ഇടാം. ഇല്ലെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ശരിക്കും അടിപൊളിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. ഞാനിത് ഓൾറെഡി ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഞാൻ യൂട്യൂബിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ എവിടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നുകൂടി ഉണ്ടാക്കി നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്താണ് കേട്ടോ. സംഭവം സൂപ്പറാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം. കോക്കനട്ട് മിൽക്കിൻ്റെയും മാംഗോയിൻ്റെയും എല്ലാത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ സാബുൺ റൈസ് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ, അതിൻ്റെ ഒരു പായസത്തിലൊക്കെ സാബുൺ റൈസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ ഇഷ്ടമാവുമെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും. നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ മാമ്പഴ സീസണൊക്കെ ആണെങ്കിൽ മാംഗോ ജ്യൂസ് മാത്രമല്ല, നമുക്ക് മാംഗോ കൊണ്ട് പല വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അവർ ഹാപ്പി, നമ്മൾ ഹാപ്പി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അധികം ഒന്നും വേണ്ട. കോക്കനട്ട് മിൽക്കും നോർമൽ മിൽക്കും മാംഗോയും സാബുദാന ഉണ്ടെങ്കിൽ തന്നെ സംഭവം റെഡിയാണ്. അപ്പോൾ സാബുദാന ചെറിയ പാക്കറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. ഒരു കുക്കറിൽ, ഞാൻ കുക്കറിലിട്ടാൽ വേവിച്ച് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഒരു 2 വിസിൽ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളിയാണ് കേട്ടോ. കണ്ടു നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.